ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷൻസ് ഒരു ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. പ്രോബ്ലം നമ്പർ 2 നോക്കാം. ഗീവ് ജേണൽറീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 1000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹10 each ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീംഡ് അറ്റ് പാർ ആഫ്റ്റർ 5 years. 5 വർഷത്തിന് ശേഷം അത് റിഡീം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 1000 ഡിബഞ്ചർ 10 രൂപയുടെ 1000 ഡിബഞ്ചർ 10 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരും? 1000 ഡിബഞ്ചർ 10 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപ വരും. 10,000 രൂപ വരും. അപ്പോൾ 10,000 രൂപ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് എന്നുള്ള എൻട്രി ആയിട്ട് നമ്മളിവിടെ എഴുതേണ്ടി വരും. 10,000 10,000 1000 ഇൻറ്റു 10 1000 ഇൻറ്റു 10 10,000 വരും. 10,000 നമ്മളൊന്ന് അലൈൻ ചെയ്യുന്നുണ്ട് റൈറ്റിലേക്ക്. ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ എൻട്രിയുടെ എമൗണ്ട് 10,000 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് 10,000. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻട്രി എന്താ? അടുത്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞാൽ അത് ടു ക്രെഡിറ്റിലും അതേ എമൗണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. 10,000. അപ്പോൾ ആദ്യത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ്, എമൗണ്ട് റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ. ദെൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 10,000. ഓക്കെ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ക്യാഷ് കൊടുക്കുന്ന എൻട്രിയാണ് എമൗണ്ട് പെയ്ഡ് ഓൺ റിഡംഷൻ. അപ്പോൾ 10,000 രൂപ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 10,000 രൂപ നമുക്ക് അവിടെ എഴുതാം. എമൗണ്ട് പെയ്ഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ. അപ്പോൾ ആദ്യത്തെ കേസിലെ സിറ്റുവേഷൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. 1000 ഡിബഞ്ചർ 10 രൂപ വരെയുള്ളത് പാർ വാല്യൂന് ഇഷ്യൂ ചെയ്യുന്നു, പാർ വാല്യൂന് റിഡീം ചെയ്യുന്നു. ഓക്കെ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. അത് നിങ്ങൾ തനിയെ ചെയ്യാം. അതിൽ വേറെ വ്യത്യാസമില്ല. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രോബ്ലം നമ്പർ 3. അതിൽ ഗീവ് ജേണൽറീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. 1000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹10 each ഇഷ്യൂഡ് അറ്റ് പ്രീമിയം അറ്റ് 10%. 10% പ്രീമിയം. 1000 ഇൻറ്റു 10 100 രൂപയുടെ ഡിബഞ്ചർ ആയിക്കോട്ടെ. 100 രൂപയുടെ ഡിബഞ്ചർ അങ്ങനെ ആക്കാം നമുക്ക്. 100 രൂപയുടെ ഡിബഞ്ചർ. അപ്പോൾ ചെറിയൊരു വ്യത്യാസം അതിൽ കാണാം. 1000 ഇൻറ്റു 1000 ഡിബഞ്ചേഴ്സ്. 1000 ഇൻറ്റു 100. 1000 ഇൻറ്റു 100 1 ലക്ഷം വരും. 1 ലക്ഷം രൂപയുടെ 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ 10,000 രൂപ വരും. അപ്പോൾ 10,000 രൂപ പ്രീമിയം നമുക്ക് കിട്ടും. അത് ഫേസ് വാല്യൂനെ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ അവരിൽ നിന്ന് 1,10,000 രൂപ വാങ്ങിക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കും. ഓക്കെ. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 1,10,000, ടു ഡിബഞ്ചേഴ്സ് 1 ലക്ഷം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് 10,000. ഓക്കെ. ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എഴുതാം. അപ്പോൾ അത് ഒറിജിനൽ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം എന്നാണ് പറയുക. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ. എമൗണ്ട് റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി രണ്ടാമത്തെ എൻട്രിയിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ എൻട്രിയിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 ലക്ഷം. കാരണം നമ്മൾ ഫേസ് വാല്യൂവിനാണല്ലോ കൊടുക്കുന്നത്. എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ദെൻ മൂന്നാമത്തെ എൻട്രിയിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് 1 ലക്ഷം. അപ്പോൾ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന 1 ലക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പാർ വാല്യൂവിനാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയം ഉണ്ടായിരുന്നതാണ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ കഴിഞ്ഞു. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീംഡ് അറ്റ് പാർ. അപ്പോൾ റിഡീംഡ് അറ്റ് പ്രീമിയം വരുമ്പോഴാണ് നമുക്ക് പുതിയൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതില്ല. ഇനി അടുത്ത പ്രോബ്ലത്തിൽ കിടക്കുകയാണെങ്കിൽ പ്രോബ്ലം നമ്പർ 4. ഗിവ് ജേണൽറീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 1000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹10 each ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് റിഡീംഡ് അറ്റ് പാർ ആഫ്റ്റർ 5 years. 1000 ഡിബഞ്ചർ 100 രൂപ തന്നെ ഇവിടെ ആക്കാം. 100 രൂപയുടെ ആക്കുന്നു. ഇഷ്യൂഡ് ആയിട്ട് ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ഇഷ്യൂ. അപ്പോൾ 90,000 രൂപ കിട്ടുള്ളൂ. 1000 ഇൻറ്റു 100 1 ലക്ഷം. ആ 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 വരും. അപ്പോൾ 90,000 രൂപ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുക. ദെൻ റിഡീം ചെയ്യുന്നത് പാർ വാല്യൂവിന്. അപ്പോൾ നോക്കി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 90,000, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ 10,000, ടു ഡിബഞ്ചേഴ്സ് 1 ലക്ഷം. ഓക്കെ. എമൗണ്ട് റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി റിഡംഷൻ്റെ സമയത്ത് നോക്കിയ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 lakh ഈച്ച് എഴുതാം. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ബാങ്ക് അക്കൗണ്ട് 1 lakh. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും 2ഉം 3ഉം എൻട്രീസ് സെയിം ആണ്. അതെന്തുകൊണ്ടാണ്? റിഡീംഡ് അറ്റ് പാർ ആയതുകൊണ്ട്. റിഡീംഡ് അറ്റ് പാർ. ഫസ്റ്റ് എൻട്രിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് എൻട്രി എന്ന് വെച്ചാൽ ആദ്യത്തെ സിറ്റുവേഷനിൽ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് മാത്രമേ എഴുതുള്ളൂ. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എഴുതി. മൂന്നാമത്തേൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് എഴുതി. കാരണം ആദ്യത്തേത് പാർ വാല്യൂവിന് ഇഷ്യൂ ചെയ്തു, രണ്ടാമത്തേത് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു, മൂന്നാമത്തേത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു.
അപ്പോൾ വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ നമ്മൾ 3 സിറ്റുവേഷൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ 3 സിറ്റുവേഷനും കൃത്യമായിട്ട് കേൾക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.